വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. കുറ്റിലക്കടവ് സ്വദേശി ഉസൈബിയാണ് മരിച്ചത്. പെരിഞ്ഞനം സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച് അവശ നിലയിലായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് മരണം. വിവരങ്ങളുമായി ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നു. ജെയ്സൺ, ഈ മയണൈസ് തന്നെയാണോ പ്രശ്നം? 3 പീടികയിൽ പ്രവർത്തിക്കുന്ന സെയിൻ റെസ്റ്റോറന്റിൽ ശനിയാഴ്ച വൈകിട്ടാണ് കുഴിമന്തി ഇവർ വാങ്ങുന്നത്. അന്ന് ആ ഹോട്ടലിൽ നിന്ന് കുഴിമന്തിയും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച 124ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇപ്പോഴും പലരും ചികിത്സയിൽ തന്നെയാണ്. എന്നാൽ ഉസൈബ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചതല്ല. ഉസൈബ ഹോട്ടലിൽ നിന്നും പാർസൽ വരുത്തിയാണ്. ഉസൈബയും അതുപോലെ തന്നെ അവരുടെ സഹോദരിയും സഹോദരിയുടെ മക്കളൊക്കെ ഇവിടെ നിന്ന് പാർസൽ എത്തിച്ച് കഴിക്കുകയായിരുന്നു. ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉസൈബയുടെ സഹോദരി സൗദാബി ഉൾപ്പെടെ അവരുടെ മക്കൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നു. അവർ ചികിത്സയിലാണ്. എന്നാൽ 25-ാം തീയതി, അതായത് ശനിയാഴ്ച, ഇപ്പൊ മരണപ്പെട്ട ഉസൈബയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെയാണ് കൂടുതൽ ശാരീരിക അസ്വസ്ഥതകൾ, ഛർദിയും പനിയും വയറിളക്കം ഉൾപ്പെടെ വന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടിയതിനെ തുടർന്ന് ഉസൈബയെ പെരിഞ്ഞനത്ത് CHC-യിൽ ഡോക്ടറെ ചികിത്സ തേടി. പക്ഷേ അവിടെ നിന്നും കാര്യമായ മാറ്റമില്ലാതെ വന്നപ്പോൾ ഇരിഞ്ഞാലക്കുട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ വീണ്ടും ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉസൈബയെ കൊണ്ടുവരുന്നത്. ഇവിടെ ചികിത്സയിലിരിക്കാനെന്ന് പുലർച്ചയോടുകൂടി മരണം സംഭവിക്കുന്നത്. അവിടെ നിന്നും കഴിച്ച മയോണൈസ് ഉൾപ്പെടെയുള്ള വ്യക്തതയ്ക്ക് വേണ്ടി, ശനിയാഴ്ചയാണല്ലോ ഇവർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടലിനെതിരെ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ? ഹോട്ടൽ അന്ന് തന്നെ ആരോഗ്യവകുപ്പ് അധികൃതർ എത്തി പരിശോധന നടത്തി ഹോട്ടൽ പൂട്ടിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 124 പേരാണ് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയത്. ഇപ്പോൾ കുറച്ചു പേരൊക്കെ ഡിസ്ചാർജ് ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിരവധി പേർ ഇപ്പോഴും വിവിധ ആശുപത്രികൾ ചികിത്സയിൽ തന്നെയാണ്. ഇതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ എത്തി ഹോട്ടലിൽ പരിശോധന നടത്തി ഹോട്ടൽ പൂട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മരണം സംഭവിച്ചതോടുകൂടി തുടർ നടപടികളിലേക്ക് കടക്കും. മയോണൈസ് നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇനി അത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ അത്തരം മറ്റു കാര്യങ്ങളിലേക്ക് പോകാനാകൂ. ഏതായാലും ഭക്ഷ്യവിഷബാധയേറ്റ് ഒരാളുടെ മരണം സ്ഥിരീകരിച്ചു എന്ന് ആരോഗ്യവകുപ്പ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ജെയ്സൺ, ഇതിപ്പോൾ നേരത്തെയും ഇത്തരത്തിൽ വിഷബാധയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള, അപ്പോൾ ആ സമയം മാത്രം ഒരു പരിശോധന നടക്കുകയും പിന്നീട് വീണ്ടും ഇത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു മരണത്തിലേക്ക് കൂടി നയിച്ച ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പരിശോധന വീണ്ടും ഇതുപോലെ കർശനമാക്കുന്നതാണോ കാണുന്നത്? തീർച്ചയായും ഇപ്പോൾ ഭക്ഷ്യവിഭവങ്ങൾ വിളമ്പുന്ന മേഖല, അതായത് പ്രത്യേകിച്ച് അൽഫാം, കുഴിമന്തി പോലുള്ള ഭക്ഷ്യവിഭവങ്ങൾ പഴക്കം ചെന്നതാണെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ഇതുപോലെ ഭക്ഷ്യവിഷബാധകൾ ഉണ്ടായപ്പോൾ വിശദമായ പരിശോധനകൾ വ്യാപകമായി നടത്തിയിരുന്നു. പല കടകളും അടയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് ആ പ്രശ്നങ്ങൾ ഒന്ന് കെട്ടടങ്ങുമ്പോൾ വീണ്ടും ഇത്തരം സ്ഥാപനങ്ങൾ തുടർന്ന് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഈ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നുമില്ലാതെ, മാത്രമല്ല പരിശോധനകൾ പോലും ഇല്ലാതെയാണ് പല സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിന്റെയൊക്കെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ 124ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട്. പലരും ICUലാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ജില്ലയിലെ വിവിധ ആശുപത്രികൾ, തൃശ്ശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലുണ്ട്, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലുണ്ട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ, അത്തരത്തിൽ വിവിധ ആശുപത്രികളിൽ, ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സ തേടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരുടെ പലരുടെയും നില ഗുരുതരമായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ആരോഗ്യവകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. ഇനി തുടർ നടപടികൾ എന്തെന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് എത്ര നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് ഒരാളുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇവരുടെ സഹോദരിയും മക്കളും ഇപ്പോഴും ചികിത്സ തേടി വരിക തന്നെയാണ്. ശരി, ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകുന്നത്.